കരിവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPM നേതാവ് PK ബിജു ഇഡിക്ക് മുന്നിൽ ഹാജരായി. കേസിലെ മുഖ്യപ്രതി സതീഷ് കുമാറിൽ നിന്നും PK ബിജുവിന് പണം കിട്ടിയിട്ടുണ്ടെന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യൽ. അല്ല, ED വിളിച്ചിരിക്കുന്നു, എന്താണെന്നറിയില്ല. അതെ, അവരുമായിട്ട് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എനിക്ക് കഴിയുന്ന മറുപടി കൊടുക്കുക എന്നുള്ളതാണ് ഒരു ഉദ്ദേശിക്കുന്നത് തോന്നുന്നു. നോക്കാം, ഇത് കഴിഞ്ഞിട്ട് പറയാം. എന്താണെന്നറിയില്ല, അതൊന്നും പറഞ്ഞിട്ടില്ല. ഇല്ല 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 ആദ്യമായിട്ട് നോട്ടീസ്. അതെ അതെ, നേരത്തെ നോട്ടീസ്. അത് നിങ്ങൾ വാർത്ത കൊടുത്ത മാത്രമേ ഉള്ളൂ. വിളിക്കുമ്പോൾ പോകുന്നത് ഞാൻ അന്ന് തന്നെ പറഞ്ഞിരുന്നു. ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല. ബിനിലുണ്ട് വിവരങ്ങൾ നൽകാൻ. ബിനിൽ, ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇഡിക്ക് മുന്നിൽ PK ബിജുവിനെതിരെ മൊഴി നിലനിൽപ്പുണ്ട്. ഒപ്പം തന്നെ പാർട്ടി നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ അംഗങ്ങളായിരുന്നു PK ബിജുവും PK ഷാജനും ഒക്കെ. PK ബിജുവിന് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ ഉൾപ്പെടെയുള്ള മറ്റെന്തൊക്കെ കാര്യങ്ങൾ അന്വേഷണ ഏജൻസിക്ക് മുന്നിൽ വിശദീകരിക്കേണ്ടി വരും? പ്രജീഷ്, കരിവന്നൂർ കേസിൽ CPM നേതാക്കൾക്കെതിരെ വീണ്ടും ED നോട്ടീസ് അയച്ചു തുടങ്ങിയതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ PK ബിജു EDക്ക് മുന്നിൽ ഹാജരായിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് ED നടത്തുന്ന ഈ നീക്കങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അറസ്റ്റ് അടക്കമുള്ള ചില നീക്കങ്ങളിലേക്ക് സമീപ ദിവസങ്ങളിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ED പോകാനുള്ള സാധ്യതയുണ്ട് എന്ന സൂചനകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ആ ഒരു ഘട്ടത്തിൽ കൂടിയാണ് PK ബിജുവിന്റെ ചോദ്യം ചെയ്യൽ നിർണായകമാകുന്നത്. PK ബിജു ചോദ്യം ചെയ്യുന്നതിന് പ്രജീഷ് സൂചിപ്പിച്ചതുപോലെ രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട്. ഒന്ന്, കരിവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് CPM നിയോഗിച്ച അന്വേഷണ കമ്മീഷനിലെ അംഗമായിരുന്നു PK ബിജു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്നത് PK ബിജുവിനെതിരെ ഈ കേസിൽ അറസ്റ്റിലായ CPM നേതാവ് PR അരവിന്ദാക്ഷൻ ഒരു മൊഴി നൽകിയിട്ടുണ്ട് എന്നതാണ്. അതായത് കേസിലെ മുഖ്യ പ്രതിയായിട്ടുള്ള സതീഷ് കുമാർ, ഈ കള്ളപ്പണ ഇടപാടുകളുടെ സൂത്രധാരനായ സതീഷ് കുമാർ 2020 PK ബിജുവിന് താൻ ഇടപെട്ടുകൊണ്ട് 5 ലക്ഷം രൂപ വാങ്ങി നൽകിയിട്ടുണ്ട് എന്ന മൊഴി PR അരവിന്ദാക്ഷൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നൽകിയിരുന്നു. നേരത്തെ കോടതിയിലടക്കം CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് കേസിൽ ബന്ധമുണ്ട് എന്ന ED വിവരങ്ങൾ നൽകുമ്പോൾ PK ബിജുവിന്റെ പേരടക്കം പുറത്തേക്ക് വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ ED ഓഫീസിൽ തുടങ്ങാൻ പോകുന്നത്. ഇന്നലെ CPMന്റെ തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിനെ ED വിളിപ്പിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം ഹാജരായില്ല. തെരഞ്ഞെടുപ്പിന് ശേഷം ഹാജരാകാമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. പക്ഷേ ED അത് അംഗീകരിക്കാതെ വെള്ളിയാഴ്ച തന്നെ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മറ്റൊരു നോട്ടീസ് കൂടി അദ്ദേഹത്തിന് നൽകിയിരിക്കുകയാണ്. നാളെ CPM കൗൺസിൽ ഷാജറിനോടും ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. അങ്ങനെ തുടർച്ചയായി ED ഈ കേസിൽ തെരഞ്ഞെടുപ്പിന് മുൻപ് ചില സുപ്രധാനമായ നീക്കങ്ങളിലേക്ക് കടക്കുകയാണ്. ആ ഘട്ടത്തിൽ കൂടിയാണ് PK ബിജുവിന്റെ ചോദ്യം ചെയ്യൽ. ശരി, ബില്ലാണ് വിവരങ്ങൾ നൽകിയത്. വളരെ പ്രധാനപ്പെട്ട നീക്കമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ED നോട്ടീസ് അയച്ചു, വിളിപ്പിച്ചു. PK ബിജു ഇന്ന് ചോദ്യം ചെയ്യലിന് കരിവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് ഹാജരായിരിക്കുകയാണ്.